കേരളത്തിൽ കിടപ്പാടം സംരക്ഷിക്കാൻ പുതിയ നിയമം. 5 ലക്ഷം രൂപ വരെയുള്ള വായ്പ മുടങ്ങിയാൽ വീട് ജപ്തി ചെയ്യാനാകില്ല. വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം. ബാങ്കുകൾക്ക് നൽകാനുള്ള പണം സർക്കാർ നൽകുമെന്നുള്ളതാണ് തീരുമാനം. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ ഏക കിടപ്പാട ബിൽ അത് നിയമമാക്കാനുള്ള ആലോചനയൊക്കെയാണ് പോകുന്നത്. ആ ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. സർക്കാരിന്റെ അവസാന വർഷത്തെ ജനപ്രിയ തീരുമാനങ്ങളിൽ അടുത്തതായി കേൾക്കുന്ന പുതിയ നിയമമാണ്. എന്താണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്? ഉറപ്പായും സ്മൃതി, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതികളെ പോലെ തന്നെ മനുഷ്യരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ബില്ലാണ് ഇന്നിപ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം നേടിയിരിക്കുന്നത്. ഏക കിടപ്പാടം സംരക്ഷണ ബിൽ എന്നാണ് ആ ബില്ലിന്റെ പേര്. അതായത് ഒരു കിടപ്പാടമുള്ളവർക്ക് അവരുടെ കിടപ്പാടം സംരക്ഷിക്കുക. അതായത് 5 ലക്ഷം രൂപ വരെ വായ്പയെടുത്ത 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് പിന്നീട് പലിശയും പിഴപ്പലിശയുമായി 10 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ ജപ്തി നടപടികൾ നേരിട്ട് കഴിഞ്ഞാൽ അവരുടെ കിടപ്പാടം സംരക്ഷിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയാണ് ഈ നിയമത്തിലൂടെ എന്നുള്ളതാണ്. അതിൽ സർക്കാർ ബാങ്കുകൾക്ക് പണം കൊടുക്കേണ്ടതാണെങ്കിൽ പണം കൊടുത്തിട്ടടക്കം ആ കിടപ്പാടം അവർക്ക് സംരക്ഷിക്കുന്ന നിലയിലുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ഈ നിയമം എന്നുള്ളതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ നേരത്തെ ഒക്കെ കണ്ടതുപോലെ 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും വായ്പയെടുത്തതിന് ശേഷം 6ഉം 7ഉം ലക്ഷമായി ആ വായ്പാ തുക ഇങ്ങനെ പെറ്റുപെരുകിയതിന് ശേഷം അവർക്ക് തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ സംരക്ഷണം കിട്ടുക എന്നുള്ളത് കൃത്യമായ മാനദണ്ഡം അനുസരിച്ചാണ്. അതായത് മനഃപൂർവ്വമല്ലാതെ ഈ പറയുന്ന തുക തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളവർക്കാണ് ഇങ്ങനെയുള്ള ആനുകൂല്യം കിട്ടുന്നത്. അതായത് രോഗബാധ, നമുക്ക് പ്രദേശത്തൊക്കെ അറിയാം, ഒരുപാട് ക്യാൻസർ രോഗികളൊക്കെയാണ്. ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയൊക്കെ വന്നാൽ ആ കുടുംബം സാമ്പത്തികമായി ആകെ തകരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. സ്വാഭാവികമായി ഒരു ശരിയായ സാമ്പത്തിക ചുറ്റുപാടിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിന് മേൽ വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതോടുകൂടി ഇങ്ങനൊരു ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവർ നീങ്ങുകയാണ്. പിന്നീട് അത് ജപ്തി നടപടികളിലേക്ക് പോകുന്നു. അവർക്കാകെയുള്ള കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്കും പിന്നീട് അവർ ആത്മഹത്യയിലേക്ക് ഉൾപ്പെടെ പോകുന്ന നിലയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് സർക്കാരിന്റെ നിർണായക ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതിന്റെ വ്യക്തത ഇനിയിപ്പോൾ കുറച്ചുകൂടി വരാനുണ്ട് സ്മൃതി. കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു 10 കോടിയിലധികം രൂപ വരുന്ന വർഷം തന്നെ ഒരു ഫണ്ട് കണ്ടെത്തുന്ന രീതിയിലേക്കുള്ള സംവിധാനം ഉൾപ്പെടെയായി സർക്കാർ ഇതിൽ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇതിന് സ്പോൺസർഷിപ്പ് പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് സർക്കാരിന് കടക്കാൻ കഴിയുമോ എന്നുള്ളതും ആലോചിക്കുമോ എന്നറിയില്ല. എന്തായാലും ബാങ്കുകൾക്ക് കൊടുത്തു തീർക്കേണ്ടതായി വരും. ഇനിയിപ്പോൾ സർക്കാർ അല്ലെങ്കിൽ തന്നെയും മറ്റൊരു തലത്തിൽ സർക്കാർ ഇടപെടേണ്ട തലത്തിൽ ഇടപെടും. എന്തായാലും ഇതിനൊരു സമിതി ഉണ്ടാകും, ഒരു കമ്മിറ്റി ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമുള്ളത്, പാവപ്പെട്ട മനുഷ്യർക്ക് അനുഗ്രഹമാകുന്ന ഒരു തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏക കിടപ്പാടം സംരക്ഷണ ബില്ലിന് അംഗീകാരം നൽകുന്നതിലൂടെ സ്മൃതി. ഈ 5 ലക്ഷം വരെയുള്ള വായ്പ മുടങ്ങിയാൽ വീട് ജപ്തി ചെയ്യാനാവില്ല. വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ളവർക്കാണ്. അപ്പോൾ പാവങ്ങളായുള്ളവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന രൂപത്തിൽ അത് കാണാം. അത് നിയമമാകാൻ ഇനി എത്ര സമയമെടുക്കും അതുകൂടി പ്രധാനമാണല്ലോ. ഇപ്പോൾ ബില്ലിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. അതെ, അതിനിപ്പോൾ നിയമസഭയിൽ ചർച്ച ചെയ്ത് നിയമമാകുന്നു. പിന്നെ ഗവർണർ ഒപ്പിടുന്നതോടുകൂടി അത് നിയമമായി മാറും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള ഒരു കാലതാമസം മാത്രമേ ഉണ്ടാവൂ. എന്തായാലും പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്നതായതുകൊണ്ട് അതിനധികം സമയം വേണ്ടിവരില്ല ബില്ല് പാസ്സായി നിയമമാകാൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് വ്യക്തതകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം ആളുകൾക്ക് ഇത് കിട്ടും എന്നുള്ളതാണ്. കാരണം ജില്ലാ തലത്തിലൊക്കെ ഇതിനൊരു സമിതി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കരട് രൂപമാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്തും. സ്വാഭാവികമായി ബില്ലിന്റെ ഘട്ടത്തിലായിരിക്കും കൂടുതൽ അത്തരം വ്യക്തത വരിക, ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ. എന്തായാലും ഇത് സംബന്ധിച്ച് എല്ലാ ആളുകൾക്കും, അതുതന്നെയാണ് ഈ ബില്ലിന്റെ പേരും, ഏക കിടപ്പാടം സംരക്ഷണ ബിൽ എന്നാണ് പേര്. ഒരൊറ്റ വീടുള്ളവർക്ക് മാത്രമേ പറ്റൂ. പാവങ്ങളിൽ പാവങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ക്രമീകരിച്ചത്. മാത്രമല്ല, ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് കരുതി ബോധപൂർവം വായ്പ തിരിച്ചടക്കാതിരുന്നാൽ അവർക്ക് ഈ ആനുകൂല്യം കിട്ടില്ല. മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ അസുഖം പോലെ മറ്റേതെങ്കിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണുപോകുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഇടപെടുക. അതിൽ തന്നെ സമിതി ഉണ്ടാകും. സമിതി കൃത്യമായി പരിശോധിക്കും. അത് പ്രാദേശികമായ സംവിധാനത്തിൽ നിന്ന് ഉൾപ്പെടെ അതിന്റെ വിവരങ്ങൾ ആരായും. അതിനുശേഷമായിരിക്കും ഈ ആളുകളെ തിരഞ്ഞെടുക്കുക. ആളുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സ്മൃതി നേരത്തെ ചോദിച്ചത്, അതായത് 5 ലക്ഷം രൂപ വരെ വായ്പയെടുത്തവർ, സ്വാഭാവികമായി അതിൽ പിഴയും
പിഴയും പിഴപ്പലിശയുമായി 10 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഒരു 10 ലക്ഷം രൂപയിലേക്കൊക്കെ എത്തുക. അങ്ങനെ 10 ലക്ഷം രൂപ വരെയുള്ള ഇത്തരം പിഴപ്പലിശയായി ജപ്തിയാകുന്ന കേസിലാണ് സംരക്ഷണം നൽകുന്നത്. അവരെ ഇറക്കിവിടാൻ സർക്കാർ അനുവദിക്കില്ല. അവരുടെ പാർപ്പിടം സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ പോകും എന്നുള്ളതാണ് ഈ നിർണായക തീരുമാനത്തിന്റെ രത്ന ചുരുക്കം. സ്മൃതി, CV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.